ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ 2 പെട്ടി കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3ാമത്തെ പെട്ടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 30 ലഗേജ് പറ്റിയ ഹാൻഡ് ബാഗും 7. അപ്പോൾ 3 ആൾക്കും 30 കിലോ വെച്ച് ലഗേജ് കെട്ടിയിട്ടുണ്ട്. 7 ഹാൻഡ് ബാഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോൾ വെച്ചാൽ 7 ഹാൻഡ് ബാഗിൽ ഫുഡ് അടക്കം പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും കൂടുതൽ സാധനം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഫുഡ് നമ്മൾ 2 കവറിലാക്കിയിട്ട് എടുക്കുക ചെയ്തത് പുറത്ത്. പിന്നെ ഈ ഒരു ബാഗ് എനിക്ക് നാട്ടിലേക്ക് എത്തിച്ചതിന്. അപ്പോൾ ഞാൻ വിചാരിച്ച് പാസ്പോർട്ട് സേഫായിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അതിലിടാമെന്ന് വിചാരിച്ചിട്ട് ആ ബാഗ് എത്തുമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ അതിലിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കൽ ഒക്കെ കഴിഞ്ഞ് മാറ്റി ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ടാറ്റ ബൈ ബൈ പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ കാക്കു നമ്മളെ കൂടെ പോയില്ല, നമ്മൾ ഒറ്റക്കാണ് പോണത്. കൂടെ പോയില്ല വെച്ചാൽ എയർപോർട്ടിലേക്ക് നമ്മളൊപ്പം വരുന്നുണ്ട്, പക്ഷെ നാട്ടിലേക്ക് നമ്മളൊപ്പം വരുന്നില്ല. അപ്പോൾ അതിൻ്റെതായ ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്, എന്നാലും ഹാപ്പിയാണ്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ പുതിയ എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത്. നമ്മൾ ഫ്ലൈറ്റ് 5:30 വൈകുന്നേരം 5:30 ഫ്ലൈറ്റ്. നമ്മൾ 2 മണിക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പുതിയ എയർപോർട്ടിൽ പോകുന്നത്. കാക്കും തന്നെ ആദ്യമായിട്ടാണ്. കാക്കു ഇത്രയും വന്നിട്ടും ഇതുവരെ പുതിയ എയർപോർട്ട് കണ്ടിട്ടില്ല പുതിയ എയർപോർട്ടിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പം പിന്നെ എന്താ വെച്ചാൽ ചെറിയ ടെൻഷൻ എന്താ വെച്ചാൽ തന്നെ നമ്മൾ ഹാൻഡ് ബാഗിൻ്റെ പുറത്ത് ഒരു ബാഗും ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ ഫുഡാകുമ്പോൾ ഇവരൊന്നും പറയില്ല എന്ന് വിചാരിക്കണ്, കാരണം ഫുഡല്ലേ അപ്പോൾ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. അപ്പം നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചാൽ A1 A2 B1 B2 അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ B1 കൂടെയാണ് കയറേണ്ടത് പറഞ്ഞു. അങ്ങനെ എന്താണെങ്കിലും അതിൻ്റെ ഉള്ളിൽ കയറുകയാണ്. അപ്പോൾ കാക്കു നമ്മളൊപ്പം വരുന്നുണ്ട്. അപ്പോൾ ബോർഡിംഗ് പാസ് എടുത്തരാൻ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും കയറാൻ തോന്നുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല തോന്നുന്നുണ്ട്. കാക്കു എന്താണ് നമ്മൾ കൂടെ വരുന്നുണ്ട്. എന്തെങ്കിലും പറയുകയാണെങ്കിൽ പുറത്ത് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ പോന്നിട്ടുണ്ട്. അങ്ങനെ അകത്തെത്തിയിട്ടുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ സനുക്കാണെങ്കിൽ ഈ ട്രോളി ഭയങ്കര ഇഷ്ടമാണ്. സിമ്പിളാണ് ഈ ട്രോളി, നമ്മുടെ നാട്ടിനേക്കാട്ടും സിമ്പിളാണ്. നാട്ടിൽ വലിയ പ്രശ്നമൊന്നുമില്ല, അതും എനിക്ക് ഇഷ്ടമാണ് എന്തായാലും. ഇത് പിന്നെ പ്രസ്സിങ് ആണല്ലോ, അപ്പോൾ ഒന്നും കൂടെ സിമ്പിളാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം എന്താണെങ്കിൽ ഒന്നും പിടിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ ഒന്തിക്കൊണ്ട് പോവാണ്. അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബോർഡിംഗ് പാസ് എടുത്ത് ലഗേജ് കൊടുക്കണം. ചെറിയൊരു ടെൻഷനൊക്കെ എപ്പോഴും. എന്താണെന്ന് വെച്ചാൽ തന്നെ നമ്മൾ തൂക്കം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് വന്നിക്കണമെങ്കിലും ഇവരെന്തെങ്കിലും പറയുമോ, കളയാൻ പറയുമോ, അങ്ങനെ പറയുമോ, അങ്ങനെ ചിന്തിക്കും. അങ്ങനെ എന്താണ് നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് ലഗേജ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മളവിടെ ലഗേജൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്കെന്താ പറ്റിയ വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് പോന്നപ്പോൾ നമ്മൾ ഒരു ചാർജർ, ഫുഡ്, ഇങ്ങനത്തെ അത്യാവശ്യമുള്ള സാധനം മാത്രം എടുത്തൊരു ഹാൻഡ് ബാഗ് മാത്രമേ കയ്യിൽ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് സനും പൊന്നൊക്കെ ഫ്രീ ആണ്. അപ്പം പക്ഷേങ്കിൽ ഈ എയർപോർട്ടിൽ എന്ന് വെച്ചാൽ ലഗേജ് മാത്രമേ പോവുള്ളൂ തോന്നുന്നുണ്ട്. അപ്പോൾ 3 ഹാൻഡ് ബാഗും അവർ എടുത്തില്ല, നിങ്ങൾ കൈ പിടിക്കണം എന്നാണ് പറഞ്ഞത്, പോവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഞാൻ ഈ 3 ഹാൻഡ് ബാഗും കയ്യിൽ പിടിക്കണോണ്ട് ഫുഡ് ഇവരെന്നെ പിടിക്കേണ്ടി വന്നു, പൊന്നും സനെന്നെ പിടിക്കേണ്ടി വന്നു. പിന്നെ ഹാൻഡ് ബാഗൊന്നും ഇവർ കയ്യിൽ കൊടുക്കാനും പറ്റില്ല, അത്യാവശ്യം നല്ല വെയിറ്റുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ 3 ബാഗും പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുക്കലൊക്കെ പടം എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കണമൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്ന് നമ്മൾ പോന്നപ്പോഴേ ഒരു കാക്കു നമ്മളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളിൻ്റെ അടുത്ത് നിന്ന് ബാഗ് വാങ്ങി. അയാൾ ഫ്ലൈറ്റും നമ്മളെ ഫ്ലൈറ്റും ഒരേ ടൈമാണ്. ഫ്ലൈറ്റ് 2 മാറ്റമുണ്ട്, പക്ഷേ ഒരേ ടൈമാണ്. അപ്പം നമ്മൾ അതുവരെ അയാളിങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് നിൽക്കട്ടെ. അങ്ങനെ എന്തായാലും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളതേ ഫ്ലൈറ്റിൽ കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് സമയമാകാൻ വേണ്ടിയിട്ട്. 5:30 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോർഡിംഗ് പാസ് കിട്ടിയപ്പോൾ അതിൽ 5:15 എന്നാണ് കാണുന്നത്. അപ്പോൾ 6:50 നമ്മൾ റിയാദിലെത്തുക. പിന്നെ നമുക്ക് അവിടെ നിന്ന് 4 മണിക്കൂർ അവിടെ വെയിറ്റിംഗ് ഉണ്ട്. പിന്നെ 10:45 നമുക്ക് കോഴിക്കോട്ടേക്കുള്ള ഫ്ലൈറ്റ്. അതുവരെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്താണെങ്കിലും പൊന്നും സനയൊക്കെ പുറത്തെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പിന്നെ ആരെങ്കിലും വർത്തമാനത്തിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വർത്തമാനം പറയാൻ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സമയം പോയത് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഇരിക്കണമുണ്ട്. പിന്നെ ഇവിടെ വൈഫൈ വേണമെങ്കിൽ അവൈലബിളാണ്. നമുക്ക് ഫോണിൽ നെറ്റൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നമ്പർ അടിച്ചു കൊടുത്താൽ, നമ്മളെ ഫോൺ നമ്പർ അടിച്ചു കൊടുത്താൽ നമുക്ക് ഇവിടെ വൈഫൈ കിട്ടും. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ഓരോന്ന് നോക്കിയാൽ തന്നെ നമ്മുടെ ഫോണിലൊക്കെ ഓരോന്ന് കണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളെ സമയം പോയതേ അറിയില്ല. 7 6 8 إلى جازان للصعود إلى الطائرة.
يرجى من جميع الركاب التوجه فورا للصعود إلى الطائرة من خلال بوابة رقم A6A وشكرا. Ladies and gentlemen, this is a boarding announcement for passengers travelling on Saudia flight SB1768 to Jazan. We would now like to invite all passengers to board the aircraft from gate A6A. ഇവിടെ ഇരുന്നോ പൊന്നോ? ആ 26. All 26? അതാണ് നമ്മളെ പ്ലെയിന് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ഉറങ്ങണം. ഞാൻ പെട്ടെന്ന് ഉറങ്ങണ കൂട്ടത്തിലാണ്. പിന്നെ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഉറങ്ങും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉറങ്ങും. പൊന്നു സാധനം പിന്നെ ഉറങ്ങാൻ കുറച്ച് ബേക്ക് നിൽക്കണം. അതുകൊണ്ട് പിന്നെ അവന് ഉറങ്ങുമെന്ന് അറിയില്ല. അപ്പം നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആണല്ലോ. അപ്പോൾ എനിക്ക് പ്ലെയിനിലിരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. മക്കൾക്ക് തന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല. അവർക്കിങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ വീട്ടിൽ വേഗം എത്തണം എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്ലെയിനിൽ ഓൾറെഡി ഫുഡില്ല. ക്യാഷ് കൊടുത്ത് വാങ്ങണം. അപ്പോൾ ഞാനെന്താണെങ്കിലും പ്ലെയിനത്തെ ഫുഡ് എനിക്കിഷ്ടമല്ല. പൊതുവേ എനിക്ക് പ്ലെയിനത്തെ ഫുഡ് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടാണ്. പ്ലെയിനിൽ ഫുഡില്ലാത്ത നന്നായി തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട് നോക്കിയിട്ട് പുറത്തുനിന്ന് കൊണ്ടുവരില്ല, പ്ലെയിനിലുണ്ടല്ലോ വിചാരിക്കും. പിന്നെ പ്ലെയിനത്തെ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ പുറത്തുനിന്നാകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയിട്ട് പ്ലെയിനിൽ നിന്ന് തിന്നാലോ എന്ന് വിചാരിച്ചു. പ്ലെയിനിൽ ഫുഡില്ലാത്ത നന്നായി തന്നെ ഞാൻ വിചാരിക്കണം. SB1465 إلى المدينة المنورة. يرجى من جميع الركاب التوجه فورا للصعود إلى الطائرة من خلال البوابة رقم 510A. ഇപ്പം നമ്മൾ റിയാദ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അപ്പുറം പോകണം നമ്മളെ ഇമിഗ്രേഷനൊക്കെ കഴിയണമെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബസ്സിൽ പോകണം. അപ്പോൾ ബസ് ഇവിടെ വെയിറ്റിംഗ് ചെയ്യുന്നു. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ആളുകളും അത്യാവശ്യം ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം വന്നിട്ട് അതിൽ കയറി. ഇപ്പം എന്താണ് നമ്മൾ ബസ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇമിഗ്രേഷന് വേണ്ടിയിട്ട് ഏത് ഭാഗമാണെന്നറിയില്ല. അപ്പോൾ ബോർഡൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പോയി നോക്കുകയാണ് നമ്മൾ.
ഇമിഗ്രേഷന് വേണ്ടി ഇവിടെ ലൈൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും നമ്മുടെ ലൈനിൻ്റെ പേര് എഴുതി കൊടുത്ത് പോയിട്ട് ലൈൻ നിന്നിട്ടുണ്ട്. പിന്നെ ഇമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പോകാനുള്ള വഴി ഇവിടെയാണ്. ഞാൻ പിന്നെ അവിടെ നിന്നൊന്നും വീഡിയോ എടുത്തില്ല, അവിടെ ക്യാമറ അവൈലബിൾ അല്ലാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെയാണ് കണ്ടത്. അപ്പോൾ പിന്നെ പോകാനുള്ള ക്യൂവിലൊക്കെ നിൽക്കൽ തുടങ്ങി. പിന്നെ നമ്മൾ അങ്ങനെ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് വന്ന സ്ഥലത്തേക്ക് തന്നെ പോകണം. അവിടെ നിന്ന് നമുക്ക് പ്ലെയിൻ കയറേണ്ടത്. അപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ കയറി നമ്മൾ പ്ലെയിൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഈ പ്ലെയിൻ അല്ല കേട്ടോ, കുറച്ച് ചെറിയ പ്ലെയിനാണ്, നേരത്തിനെക്കാട്ടും കുറച്ച് ചെറുതാണെന്ന് തോന്നുന്നുണ്ട്. പ്ലെയിൻ ഹൗസിൻ്റെ കുറേ പ്ലെയിനുകളുണ്ട് ഇവിടെ. അങ്ങനെ 4 മണിക്കൂറത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മൾ കോഴിക്കോടേക്കുള്ള പ്ലെയിൻ കയറിയിട്ടുണ്ട്. കയറി കുറച്ച് കഴിഞ്ഞേക്കന്നെ പൊന്നൂക്കും സനുക്കും നന്നായി വിശക്കുന്നുണ്ട് പറഞ്ഞിട്ട് രണ്ടാളും ബർഗർ എടുത്ത് തിന്നാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ 3 നന്നായി ഉറങ്ങി നീച്ചപ്പം തന്നെ കോഴിക്കോട് എത്തി. കോഴിക്കോട് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 6:25 ലാൻഡ് ചെയ്യുക പറഞ്ഞ പ്ലെയിന് 5:30 തന്നെ അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഊലടന്ന് ഇറങ്ങി കുറച്ച് പോന്നിട്ടുള്ളതിന് അതുകൊണ്ട് കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ പിന്നെ ലഗേജ് എടുക്കാനൊന്നും ഫസ്റ്റ് പോയില്ല. നമ്മൾ ഇങ്ങനെ അവിടെ പോയി വെയിറ്റ് ചെയ്യണ്ടല്ലോ വിചാരിച്ചു. നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയി എല്ലാം ഒന്ന് ഫ്രഷായി വന്നതിന് ശേഷം നമ്മൾ ലഗേജൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു, എല്ലായിടത്തും എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കൂടുതൽ അവിടെയും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല, വേഗം ലഗേജൊക്കെ കിട്ടി. പിന്നെ നമ്മൾ 3 സംസം വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സംസം വെള്ളത്തുമ്പോൾ നമ്മൾ ഇതേപോലെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 സംസം വെള്ളം നമുക്ക് കിട്ടിയത് നമ്മളെ പേര് എഴുതിയത്. പിന്നെ കുറേ തിരഞ്ഞപ്പോൾ എന്നല്ല, അവിടെ പിന്നെ 2 സംസം വെള്ളം മാത്രം ഉണ്ടായിരുന്നു, അതിന് അങ്ങനെ കറങ്ങണേ. അപ്പോൾ പിന്നെ അടുത്ത ആൾ പറഞ്ഞു നിങ്ങളെ സംസം വെള്ളം ആരെങ്കിലും എടുത്തു പോയിട്ടുണ്ടാവും, അതുകൊണ്ട് ഇതെടുത്തോ പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങളങ്ങനെ എടുത്തു പോന്നു. ഞങ്ങളല്ലെങ്കിൽ 2 സംസം വെള്ളമായിട്ടും പോരാൻ വേണ്ടിയിട്ട് നിൽക്കേനു. കാരണം നമ്മളെ പേര് എഴുതി കാണാത്തുമ്പോൾ അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ആൾക്കാർ ഫസ്റ്റ് കിട്ടിയത് എടുക്കും, അങ്ങനെ എടുത്തു പോയതാണ്, അല്ലാത്ത പ്രശ്നമൊന്നുമല്ല, ഇത് നിങ്ങളെടുത്തോളിയും കുഴപ്പമൊന്നുമില്ല, ഇനി ഇതിന് ആളുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതെടുത്ത് പോന്നു. പിന്നെ ഞങ്ങൾ ഉള്ളിൽ തന്നെ വെയിറ്റ് ചെയ്യാമെന്ന് കുറച്ച് നേരം വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഞങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്യാൻ അവർക്ക് പറ്റില്ല, ഓല അവിടെ എത്തിയതിന് ശേഷം ഞങ്ങളിവിടെ എത്തിക്കണമെന്ന് പറഞ്ഞിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഉള്ളിൽ വെയിറ്റ് ചെയ്യാനായിട്ട് നല്ല നമുക്ക് പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പോലെ വരണം, ഇങ്ങനെ കാണാമല്ലോ വിചാരിച്ചുകൊണ്ട് നമ്മൾ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കാനും. അപ്പോൾ അത്യാവശ്യം മഴ അങ്ങനെ ചാറി കൊണ്ടിരിക്കേണ്ടതിന് ഒരു മഞ്ഞ് മൂടിയൊരു കാലാവസ്ഥേന്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എത്തിയിട്ടുണ്ട്. ഞങ്ങളെന്തായാലും പോവുകയാണ്. പോണ വൈക്കന്ന് എന്തെങ്കിലുമൊക്കെ തിന്നണം, രാവിലെയാണല്ലോ. അപ്പം ഇവരും തന്നെ നമ്മളെ കൊണ്ടുവരാൻ വന്നപോലെ തന്നെ കാര്യമായിട്ടൊന്നും തിന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ പൊറാട്ടയും നൂൽപുട്ട് അങ്ങനെ കുറച്ചരായിട്ട് അവനെനിക്ക് വേണ്ടതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറിയും ഫിഷ് കറിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊന്നൊന്നും തിന്നില്ല, അവർക്ക് ഇങ്ങനെ യാത്രേൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയോണ്ടായിരിക്കും ഓള് അങ്ങനെ കാര്യമായിട്ടൊന്നും തിന്നില്ല. ഇനി എന്താണെങ്കിലും ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കണില്ല. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ നാട്ടിലത്തെ വീഡിയോ ആയിട്ട് ഇങ്ങനെ വരട്ടെ. അപ്പോൾ ഇത്രയുള്ളൂ. അപ്പം ടാറ്റാ.